ജിസ് ജോയിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് ജിസ്. നമസ്കാരം രജനീഷ്. തലവന് ശേഷം നമ്മൾ കാണുന്നു, പക്ഷേ ഇന്ന് കാണുന്നതിന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. അല്ലു അർജുന്റെ പടം വരുമ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി മാറും. അതുവരെ സംവിധായകനായിട്ടും എഴുത്തുകാരനായിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരാള് പെട്ടെന്നൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് മാറുകയാണ്, അല്ലു അർജുനായിട്ട് മാറുകയാണ്. മലയാളത്തിൽ അല്ലു അർജുൻ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. ശരിക്കും ആസിഫ് അലി പറയുന്നുണ്ടായിരുന്നു, ഷൂട്ടിന്റെ ഇടയ്ക്കൊക്കെ ഒരു അല്ലു അർജുൻ പ്രസൻസ്. നമ്മുടെ സെറ്റിലൊക്കെ അല്ലു അർജുൻ ഉണ്ടോ? അതേപോലെ ആസിഫ് തലവന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അന്ന് സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ 6ാമത്തെ സിനിമ നടക്കുമ്പോൾ അല്ലു അർജുന്റെ ട്രെയിലർ ഇറങ്ങുകയാണ്. നിങ്ങളുടെ ഈ സിനിമയുടെ പ്രൊമോഷൻസും പരിപാടികളും പ്ലാൻ ചെയ്യുന്ന സമയത്ത് അല്ലു അർജുന്റെ ട്രെയിലർ ഡബ് ചെയ്യാൻ പോയിക്കാണ്. ഇതിന്റെ പുഷ്പയുടെ ഫസ്റ്റത്തെ ആദ്യം വിട്ട ടീസർ ഡബ് ചെയ്യാനായിട്ട് തലവന്റെ പ്രൊമോഷൻസ് നടക്കുമ്പോൾ ഞാൻ പോയിക്കുമായിരുന്നു. ജിസേനെ പറഞ്ഞിട്ടുണ്ട്, ആര്യയിൽ വരുന്ന കൊച്ചു പയ്യൻ, അയാള് ആര്യയുടെ വിജയത്തിന് ശേഷം എന്താണ് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ചോക്ലേറ്റ് ആണ് ഇഷ്ടമെന്ന് പറയുന്നത്. അവിടെ നിന്ന് ഈ പറയുന്ന തഗ്ഗതിലേ വരെ എത്തുന്ന ഒരു കണ്ടു വളർന്നതാണ്. അല്ലു അർജുന്റെ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, അത് തെലുങ്ക് ഇൻഡസ്ട്രി മാത്രമല്ലാണ്, ടോട്ടൽ ഇൻഡസ്ട്രിയെ ഇന്ത്യയിൽ മുഴുവനും വ്യാപിക്കുന്ന തരത്തിലേക്ക് മാറിയില്ലേ? ആ വളർച്ച ഒരു സംവിധായകൻ എന്നുള്ള രീതിയിലൊക്കെ അത്തരത്തിലുള്ള ഹൈപ്പുകൾ നോക്കി കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമില്ലേ? അതെങ്ങനെ നോക്കി കാണുന്നത്? ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 2007 ആര്യ വരുമ്പോൾ 2007 8 നമ്മൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് തിരുവനന്തപുരത്ത് പോയിട്ട് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഈ അല്ലു അർജുൻ്റെ ഒരു വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഉറപ്പായിട്ടും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരാളാണ് ഖാദർ ഹസൻ. ഖാദർ ഹസനെ ഒരിക്കലും അല്ലു അർജുനും മറക്കാൻ പാടില്ല, ഞാനും മറക്കാൻ പാടില്ല, ആരും ഇൻഡസ്ട്രി മറക്കാൻ പാടില്ല. ബിക്കോസ് അല്ലു അർജുൻ എന്ന് പറയുന്ന അന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരാളെ, താരം എന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് അന്ന് ഒരാൾ അത്രേ ഉള്ളൂ, നമുക്ക് അറിയില്ല, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലില്ല. ആ ഒരു പയ്യനെ ഇവിടെ എടുത്ത് ഒരു മലയാള സിനിമ മാർക്കറ്റ് ചെയ്യുന്ന പോലെ കേരളം ഒട്ടാകെ ഹോർഡിങ്സ്, കേരളം ഒട്ടാകെ പോസ്റ്റേഴ്സ്, ഈ ലെവലിലാണ് ഇദ്ദേഹം ഇതിനെ അവതരിപ്പിക്കുന്നത്. അതായത് മറ്റേ കണ്ണുടച്ച് വെടിവെക്കുന്ന പരിപാടിയാണല്ലോ, അത് കിട്ടിയെന്നുള്ള ലൈനാണ്. ട്രിവാൻഡ്രത്താണ് ഡബ് ചെയ്യുന്നത്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ട്രിവാൻഡ്രത്ത് ശ്രീ മൂവീസ് എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് ഡബ്ബിംഗ് പടങ്ങൾ ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അന്ന് ഞാൻ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞിട്ട് സീരിയൽ ഭയങ്കര ഹിറ്റാണ്. അത് ഏതാണ്ട് 900 എപ്പിസോഡ് പോയ സീരിയലാണ്. അതിലെ കായംകുളം കൊച്ചുണ്ണിയുടെ ശബ്ദമാണ് എൻ്റേത്. അപ്പോൾ ഇവിടെ എറണാകുളത്ത് നമുക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്ത അത്ര തിരക്കുള്ള സമയമാണ്. അതായത് ഈ സീരിയൽസിൻ്റെ വെച്ചാൽ 9 or 10 സീരിയലിലെ ഹീറോയ്ക്ക് ഞാൻ ആ വോയിസ് കൊടുക്കുന്നത്. പഴശ്ശിരാജയിലെ പഴശ്ശിരാജ, ഉദയനാണെങ്കിൽ ഉദയനൻ, കൊച്ചുണ്ണി, അങ്ങനെ മിന്നുകെട്ട്, അങ്ങനെ ഒരുപാട് സീരിയലുകളുണ്ട്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഒരു 3 ദിവസം മാറി നിൽക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം അന്ന് എനിക്ക് നടക്കുന്ന കേസല്ല. കാരണം സീരിയൽസ് അത്രയേറെ കമ്മിറ്റഡ് ആണ്. അപ്പോഴാണ് ഇദ്ദേഹം വിളിച്ചിട്ട് ഇങ്ങനെ, ഈ കായംകുളം കൊച്ചുണ്ണിക്ക് നിങ്ങൾ കൊടുക്കുന്ന ആ ശബ്ദമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പുതിയ പയ്യനെ അവതരിപ്പിക്കുന്നുണ്ട്, തെലുങ്ക് പടമാണ്, മലയാളത്തിലേക്ക് ഡബ് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ മടിച്ച് പഠിച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്കിന് 2 ദിവസത്തെ അവധി സംഘടിപ്പിച്ചു, ശനിയും ഞായറും ഒക്കെ ആയിട്ട്, സീരിയലുകൾ ഇല്ലാത്ത ദിവസം. അന്ന് ശനിയും ഞായറും സീരിയലില്ല. ട്രിവാൻഡ്രത്ത് പോയി അവിടെ ഇരുന്ന് ഡബ്ബിങ്ങിന് ചെല്ലുന്നു, ഡബ്ബിങ് തുടങ്ങി. ഉദ്ദേശിച്ച പോലെ പോകുന്നില്ല. നമുക്കിത് പരിചയമില്ലല്ലോ ഒന്ന്, ഇങ്ങനെ വേറൊരു ഭാഷ പറയുന്ന എൻ്റെ മുകളിൽ മലയാളം ഡബ് ചെയ്ത്. അപ്പോൾ ഞാൻ എത്ര ടേക്ക് പോയിട്ടും ഇദ്ദേഹം ഓക്കെ ആവുന്നില്ല, ഈ ഖാദർ ഹസൻ സാർ ഓക്കെ ആവുന്നില്ല. അദ്ദേഹം വളരെ പെർഫെക്ഷനിസ്റ്റ് ആണ്, അത് ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാതെ പിടിവാശി പിടിക്കുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ എനിക്ക് വാശി പിടിക്കാം എനിക്ക് പറ്റുന്നുള്ളൂ. അപ്പം എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, ഇതൊരു ഡയറക്റ്റ് പടമല്ലല്ലോ, ഇതൊരു മലയാള സിനിമയല്ലല്ലോ, ഇതൊരു തെലുങ്ക് ഡബ്ബിങ് പടമല്ലേ, അതിന് ലിപ്പ് സിങ്ക് ആക്കുന്നതിന് ഒരു പരിധിയില്ലേ, ഇങ്ങനെ വാശി പിടിച്ച് അങ്ങനെ ശരിയാവുന്നത്, ഇത് എപ്പോൾ തീരാനാ? ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് ഒന്ന് തരാമെന്ന് ചോദിച്ചു. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ, 8 മണിക്ക് തുടങ്ങിയ ഡബ്ബിങ് ആണ്. 2 സീൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ, 4 മണിക്കൂറായിട്ട് 2 സീൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എനിക്ക് സ്ക്രിപ്റ്റ് ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സതീഷ് മുതുകുളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും എഴുതുന്നത് കേട്ടോ, മലയാളത്തിലേക്ക് പുഷ്പ എഴുതിയിരിക്കുന്നത് സതീഷ് ചേട്ടൻ തന്നെയാണ്. സതീഷ് ചേട്ടൻ നേരെ സ്ക്രിപ്റ്റ് കൊണ്ട് തന്നു. നോക്കിയപ്പോൾ ഇത് ഇത്ര അടിക്കുള്ള സ്ക്രിപ്റ്റാണ്, അതിന് ഏതാണ്ട് 90-95 സീനുണ്ട് ആര്യ എന്ന് പറഞ്ഞ പടം. ഞാനൊരു ഇരിപ്പിങ്ങനെ ഇരുന്നു, തല കറങ്ങിയിട്ട് വയ്യ. കാരണം ഇവിടെ 4 മണിക്കൂർ കൊണ്ട് 2 സീനായിട്ടില്ല. ഇത് ഈ 95 സീൻ ഞാൻ എപ്പോൾ ഡബ് ചെയ്ത് കഴിയാനാണ് അവസരം. അങ്ങനെ പിന്നെ 1-2 പറഞ്ഞ് വഴക്കായി. ഞാൻ പറഞ്ഞു, ഞാൻ വഴക്കെന്ന് വെച്ചാൽ എൻ്റെ ഒരു വഴക്കറിയാമല്ലോ, നമ്മളിങ്ങനെ മാറിപ്പോകത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോവാണ്, എനിക്ക് ശരിയാവണില്ല. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്നേ, ഈ അല്ലു ഇങ്ങനെ വരാന്തയിൽ കൂടെ നടന്നു വരുന്നു, പ്രൊഫസർ ഒരു ഓപ്പോസിറ്റ് വരുന്നു. അപ്പോൾ ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറയണം. അപ്പം ഞാൻ ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറഞ്ഞു. അത് അല്ലു എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ മോഡുലേഷനിൽ തന്നെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഒന്നും കൂടെ പറഞ്ഞു, ഗുഡ് മോർണിംഗ് മാഡം.
ഇത് 12-15 ടേക്ക് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു മോഡുലേഷൻ ഉണ്ട്. അതെന്താണെന്ന് പുള്ളിക്ക് പറഞ്ഞു തരാനും പറ്റുന്നില്ല. അതിങ്ങനെ അടുത്ത് ഞാൻ അദ്ദേഹത്തെ ഇതായിട്ട് പറഞ്ഞല്ലോ കേട്ടോ. ഞാൻ അദ്ദേഹത്തിന്റെ അത് ആ പെർഫെക്ഷൻ ആണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹം എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ അദ്ദേഹം ഒരു വലിയ വ്യവസായിയാണ്. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് പണി പാളി നിന്നിട്ട് കാര്യമില്ല. അങ്ങനെയാണ് പോവാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞാൽ പോവാണ്. അപ്പോൾ ഇദ്ദേഹം ഞാൻ പറഞ്ഞ ചെറിയൊരു വഴക്ക് നീരസമായി അദ്ദേഹം ഇറങ്ങിപ്പോയി. അദ്ദേഹം ഒന്ന് വലിയ ഷോപ്പൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം കടയിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഇനി പോവാന്നുള്ള അടുത്ത ട്രെയിൻ പിടിച്ച് പോരുക എന്നുള്ളതാണ്. അപ്പോൾ ഇറങ്ങിയപ്പോൾ സതീഷ് ഏട്ടനും റെക്കോർഡിച്ച ശ്രീജിത്തും കൂടെ പറഞ്ഞു ഒരു കാപ്പി കുടിച്ചിട്ട് പോകാം. അപ്പോൾ ശരി, അവർ സ്നേഹം കൊണ്ട് പറഞ്ഞാട്ടോ, വേറെ ട്രാപ്പൊന്നുമല്ല. നേരെ ശ്രീ മൂവീസിന്റെ ക്യാൻറ്റീനിൽ പോയി കാപ്പി കുടിക്കുകയാണ്. ഞാനാണെങ്കിൽ ആകെ വിഷമിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്താണെന്നറിയോ, ഈ സീരിയൽ ചെയ്യുമ്പോൾ ഈ മാർക്കറ്റിൽ സൈക്കിൾ ഔട്ട് പഠിച്ച പോലെയാണ്. ഇനി നിങ്ങൾക്ക് ലോകത്ത് എവിടെ ഓടിക്കാം, മാർക്കറ്റിനുള്ളിൽ നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഡബിങ് ഡെയിലി ഡബിങ് ആയിട്ട് നമ്മൾ തന്നെ സ്വയം പരീക്ഷണം നടത്തും. ഏത് ഇപ്പോൾ ഒരു സീൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കായംകുളം കൊച്ചുണ്ടെങ്കിലും മണിക്കൂട്ടൻ അഭിനയിച്ച ഒരു സീൻ, ഈ സീൻ നമ്മൾ ഒരു തവണയെങ്കിലും കണ്ടിട്ട് വേണ്ട ലിപ്പിൽ ഡബ് ചെയ്യാനായിട്ട്. ഇല്ല, ഇത് 700 എപ്പിസോഡൊക്കെ ആയപ്പോൾ അയാളുടെ മീറ്റർ എനിക്ക് മനസ്സിലായിട്ട് ഇങ്ങോട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല പല സീനിലും. അത് നമ്മൾ തന്നെ പഠിക്കുന്നതാണ്. അതായത് നോക്കിയിട്ട് സ്ക്രിപ്റ്റ് മാത്രം നോക്കിയിട്ട് ഒറ്റ ഡയലോഗ് നോക്കും, ഓക്കെ റെഡി ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഡബ് ചെയ്യുന്ന അവസ്ഥയുണ്ട്. അത്രയും കാണാതെ ഡബ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ഗുഡ് മോർണിംഗ് മാഡത്തിന് 45 ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? എങ്ങനെ ഇറങ്ങി പോരായിരിക്കും. അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ പോവാണ്. ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ചോട്ടെ. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ വിളിച്ചിട്ട് അമ്മ ഞാൻ ഡബിങ് മറന്നുപോയെന്ന് തോന്നുന്നു, എനിക്ക് എൻ്റെ കംപ്ലീറ്റ് കോൺഫിഡൻസ് പോകണം ഇവിടെ വന്നിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് അടുത്ത വണ്ടി പിടിച്ച് നീ തിരിച്ചു വരും, കാരണം എൻ്റെ കോൺഫിഡൻസ് ആവും പോയിന്നാണ് ഞാൻ പറയണം. അപ്പം ഞാൻ ഈ വിവരം തന്നെ അവരോട് പറഞ്ഞേക്കുന്നത്. എൻ്റെ അമ്മ വരെ പറഞ്ഞു പോയി പോകുന്നുള്ള, ഞാൻ പോവാണ് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പോയ ഒരു ചെറിയ കുഴപ്പമുണ്ട്. എന്ത് പറ്റി? അതായത് ഇതേ പ്രശ്നം കൊണ്ട് ഇതിപ്പോൾ 4ാമത്തെ ആളാണ് മാറുന്നത്. അപ്പോഴാണ് എനിക്കിത് അറിയുന്നത്. എൻ്റെ വിചാരം എൻ്റെ വോയിസ് സെലക്ട് ഭയങ്കര കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. അല്ല, ആക്ച്വലി ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന സീരിയലിലും ശരത്തുണ്ടല്ലോ, വലിയ ആക്ടർ, ശരത്ത് ഡബ് ചെയ്തതാണ്. പിന്നെ നന്ദു എന്ന് പറയുന്ന നമ്മുടെ ഞാൻ ഗന്ധർവനിലെ ഗന്ധർവനെ ഡബ് ചെയ്ത നന്ദു ചേട്ടൻ ഡബ് ചെയ്താണ്. അങ്ങനെ നമുക്കറിയാവുന്ന കുറേ പേര് ഈ പൊസിഷനിൽ ഈ ഇട്ടിട്ട് പോയിട്ടുള്ള സംഗതിയാണ്. ഞാനും കറക്റ്റ് ആ ടൈം. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ വീട് ഹരിപ്പാടാണ്, എനിക്ക് വീട്ടിലേക്ക് പോകണം, വീട്ടിൽ നിന്ന് ഞാൻ വന്നിട്ട് കുറേ ദിവസങ്ങളായി, ഇത് ഈ അവസ്ഥ കൊണ്ട് തീരുന്നില്ല ഈ പടം, ഇതും കൂടെ കഴിഞ്ഞാലേ തീരത്തുള്ളൂ, എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് തീർത്തിട്ട് പോകണം. അതങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ കാരണം ഇനിയിപ്പോൾ പടം തീരാതിരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെയ്യാം, പക്ഷെ ഒറ്റ കാര്യം, മൊത്തം ഞാനങ്ങ് നമുക്കങ്ങ് ചെയ്യാം, മൊത്തം നമുക്കങ്ങ് ചെയ്തിട്ട് അദ്ദേഹം വന്ന് കേട്ടോട്ടെ, അദ്ദേഹം വന്ന് കേട്ടിട്ട് എന്തെല്ലാം കറക്ഷൻ ഉണ്ടോ അതൊക്കെ ഞാൻ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകണം, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. മനസ്സിലായി? ഒരു ഗുഡ് മോർണിംഗ് മാഡത്തിലൊക്കെ സ്റ്റക്കായി കിടക്കുവാണ്, നമുക്ക് മൊത്തം അങ്ങ് തീർക്കാം. എന്നിട്ട് പുള്ളി വന്ന് കേട്ടിട്ട് എവിടെയൊക്കെ കറക്ഷൻ പറഞ്ഞോ അതൊക്കെ ഞാൻ ചെയ്യാം. അപ്പം നമുക്കറിയാലോ ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. ആ ഒരു ഡീലിലാണ് വീണ്ടും ആര്യ ഡബിങ് തുടങ്ങുന്നത്. അങ്ങനെ 2 ദിവസം കൂടെ എടുത്തു. മൊത്തം 3 ദിവസത്തെ ഡബിങ് ആയിരുന്നു. 3 days കൊണ്ടാണ് ആര്യ ഡബിങ് തീർക്കുന്നത്. അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് എൻ്റെ വോയിസിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലോകത്തിന് എവിടെ പോയാലും നമ്മളൊരു ഹലോ ഗുഡ് ഈവനിങ് എന്നോ ഹലോ ഗുഡ് മോർണിംഗ് എന്നോ പറയുമ്പോൾ വേറെ കൂടുതലൊന്നും പറയേണ്ടി വരാറില്ല. എന്നുവെച്ചാൽ നമ്മളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് ഒരു സംവിധായകനും ഒരു എഴുത്തുകാരനോ അല്ലെ ലിറിസിസ്റ്റോ ഒക്കെ അല്ലെങ്കിൽ ആഡ് ഫിലിം മേക്കറോ ഒക്കെ ആയിട്ടുള്ള ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന മറ്റു ചില മേൽവിലാസങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഞാൻ ആസ്വദിക്കുന്ന ഇതാണ് ശബ്ദം എന്നുള്ളത്. അപ്പോൾ നമ്മൾ അന്നത് ഇറങ്ങി പോന്നിരുന്നെങ്കിൽ ഈ 10-20 പടം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലുവിന് വേണ്ടി ചെയ്യാൻ പറ്റുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു.